കഥയിലൂടെ ആക്റ്റീവ് ആൻഡ് പാസീവ് എലമെൻസിനെ കുറിച്ച് കൂടുതൽ അറിയാം. ഓക്കെ, ആക്റ്റീവ് ആൻഡ് പാസീവ് എലമെൻസിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞാനൊരു കഥ പറയാം. ഒരു ഓഫീസ്, ആ ഓഫീസിലുള്ള എല്ലാ എംപ്ലോയീസും ലേസിയാണ്. അവിടെ ജോലി ഒന്നും തന്നെ നടക്കുന്നില്ല. അവരെ കൊണ്ട് മടുത്ത ഒറ്റയടിക്ക് എല്ലാ എംപ്ലോയീസിനെയും പറഞ്ഞു വിടുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യവുമല്ല ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ. സോ ഈ ഉള്ളവരെ കൊണ്ട് എങ്ങനെ പണിയെടുപ്പിക്കാം എന്ന് ഈ CEO ആലോചിക്കുകയാണ്. ആക്ച്വലി CEO അവിടുത്തെ തൂപ്പുകാരെ വരെ കൺട്രോൾ ചെയ്യാമെന്ന് വെച്ചാൽ ആ കമ്പനീൻ്റെ അവസ്ഥ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമല്ലോ. CEOൻ്റേതായിട്ടുള്ള ഒരുപാട് വർക്കുകൾ അവിടെ ഉണ്ട്. ഇവിടെ ഈ കുഞ്ഞു കുഞ്ഞു വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഫീൽഡിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഡെവലപ്പേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളവരെ കൺട്രോൾ ചെയ്യാനുള്ള പണിയല്ല CEO ചെയ്യാനുള്ളത്, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും, ഇവരെ എല്ലാവരെയും ഒന്ന് ആക്റ്റീവാക്കി കറക്റ്റ് ജോലിയിൽ പ്രവർത്തിച്ചു തുടങ്ങാനായിട്ട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആലോചിച്ചപ്പോഴാണ് CEO ഒരു ഐഡിയ കണ്ടെത്തിയത്. നല്ല ആക്റ്റീവായിട്ടുള്ള ഒരാളെ ഹയർ ചെയ്യാം, എവരുടെയൊക്കെ ടോപ്പിൽ ടീം ലീഡായിട്ട്. അപ്പോൾ നമുക്ക് മുകളിൽ നിൽക്കുന്ന ഒരു ടീം ലീഡ് അല്ലെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ, ലീഡായിട്ട് അവിടെ ഉണ്ടെങ്കിൽ, ടീം ലീഡായിട്ട് അവിടെ ഉണ്ടെങ്കിൽ ആ ടീമിനെ മൊത്തത്തിൽ അയാൾ കൺട്രോൾ ചെയ്ത് അയാൾക്കറിയാം ഈ ടീമിനെ എങ്ങനെ എന്ത് പ്രവർത്തിപ്പിക്കണം, ഈ ടീമിലുള്ള ഓരോ മെമ്പേഴ്സിൻ്റെയും പൊട്ടൻഷ്യൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് ആ ഒരു ടീം ലീഡിനെ അറിയാം, അല്ലേ? അങ്ങനെ ആ CEO ഒരു ടീം ലീഡിനെ എടുത്തു അവർക്ക് മുകളിലായിട്ട്. ഈ ടീം ലീഡ് കൃത്യമായിട്ടും ടീം മെമ്പേഴ്സിനെ ലീഡ് ചെയ്യുകയും ഓരോരുത്തരും എന്തൊക്കെ ചെയ്യണം അവരുടെ പൊട്ടൻഷ്യലിനെ മനസ്സിലാക്കിയും പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ ആ ഒരു കമ്പനിയിലുള്ള എല്ലാ എംപ്ലോയീസും എന്തായി? മൾട്ടി ടാസ്കേഴ്സും ഫുൾ ടൈം വർക്കിൽ നിൽക്കുന്ന ആൾക്കാരായി മാറി. ഓക്കെ, അപ്പോൾ CEOക്ക് എന്തായി? സന്തോഷമായി, അല്ലേ? നിങ്ങൾക്കായാലും അങ്ങനെയല്ലേ ഒരു കമ്പനി നിങ്ങൾ തുടങ്ങിയാൽ? അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ടീം ലീഡ് ആരായിരുന്നു? ടീം ലീഡ് ഒരു എനർജി ഡോണറായിരുന്നു. അതേസമയം നമ്മളുടെ അതർ ടീം മെമ്പേഴ്സ് ആരായിരുന്നു? എനർജി അക്സെപ്റ്റേഴ്സ്. നമ്മുടെ ടീം ലീഡ് എനർജി ഡോണറും നമ്മുടെ ബാക്കിയുള്ള ടീം മെമ്പേഴ്സ് എനർജി അക്സെപ്റ്ററുമായി, അല്ലേ? അതായത് ഈ ഒരു ടീം ലീഡ് അത്രയും എനർജറ്റിക് ആയിട്ട് അവിടെ പെർഫോം ചെയ്തുകൊണ്ടും ഓരോരുത്തരെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്തുകൊണ്ടുമാണ് ഓരോ ടീം മെമ്പേഴ്സിനും അവരുടെ പൊട്ടൻഷ്യൽ